ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു 3x3, അതായത് ഈ ഒരു റൂബിക്സ് ക്യൂബ് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതാണ് ഒരു 3x3 റൂബിക്സ് ക്യൂബ്. ഇതിന് 6 സൈഡ്സ് ആണ്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എഡ്ജ്, കോർണർ, സെൻറ്റർ അടങ്ങുന്നതാണ്. ഏതൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഈ നടുക്കത്തെ ഒരെണ്ണമാണ് സെൻറ്റർ. പിന്നെ അതിൻ്റെ ഇവിടെയും ഈ 4 പീസും എഡ്ജ് പീസാണ്. പിന്നെ ഇതും അതായത് ഈ അറ്റത്തെ 4 പീസ് കോർണർ പീസാണ്. അപ്പം ഇത് നമ്മൾ അതായത് ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് അൽഗോരിതം ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നേരെ, അതായത് നേരെയാണ് ക്ലോക്ക് വൈസ്. ഇതിന് 6 സൈഡ്സാണ്. 6 സൈഡ്സുള്ള 6 സൈഡ്സിനും ഓരോ പേരുണ്ട്. അതായത് ഫസ്റ്റ് സൈഡ് റൈറ്റ്, ലെഫ്റ്റ്, ഡൗൺ, അപ്പ്. പിന്നെ ഈ ബാക്കിലത്തെ, അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷഫിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഷഫിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്റ്റെപ്പ് 1. അതായത് നമുക്ക് ഏതൊരു സെൻറ്റർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം യെല്ലോയുടെ സെൻറ്റർ, അതായത് ഈ യെല്ലോ സെൻറ്റർ ടോപ്പായിട്ട് വരുന്ന രീതിയിൽ. അതായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എഡ്ജ്, അതായത് ഇവിടെയും ഈ 4 എഡ്ജിലും വൈറ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് ആയിരിക്കുന്നത്, ബാക്ക് ആയിരിക്കുന്നതിൽ ഇവിടെയോ അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതാ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഇവിടെ ഒന്ന് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ വന്നു. അതിന് ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി. ഇനി ഇവിടെയാണ്, ഇവിടത്തെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇനി നമ്മളിപ്പോൾ ഇത്രയും ചെയ്തല്ലോ, അതായത് ഇത്രയും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള കളർ ഏതാ നോക്കാം. ഇതിൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ഗ്രീനാണ്, പക്ഷേ ഇവിടെ സെൻറ്റർ റെഡാണ്. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് കളറിനെ ഡൗണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളർ ഏതാ നോക്കാം. അടുത്ത കളർ ബ്ലൂ ആണ്. ഇനി നമുക്ക് ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. നമുക്കിതിനെ ഡൗണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇനി നമുക്ക് ഈ അവസാനത്തെ 2 കളറും അതുപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇവിടെയും ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ലോണം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഡൗൺ കളർ നോക്കാം. ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും കൂടി വൈറ്റ് ആക്കി ഈ ഒരു വൈറ്റ് കളർ ഫുൾ ആക്കാനാണ്. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു വൈറ്റ് കളറാണ്. ഇനി നമുക്ക് ഈ വൈറ്റ് കളറിൻ്റെ ഈ ഒരു 3 ഭാഗത്തും കൂടി വൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഡൗൺ ആക്കി പിടിക്കാം. അതായത് ഇങ്ങനെ. അതിനുശേഷം ടോപ്പ് എവിടെയെങ്കിലും, അതായത് ടോപ്പ് ലെയറിൽ കോർണർ പീസിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കൂടെയുള്ള കളറ് ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. എല്ലാം അങ്ങനെ തന്നെയാണ്, റൊട്ടേറ്റ് ചെയ്താണ് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ R ഡോട്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു വൈറ്റും കൂടി സെറ്റായി കിട്ടി. ഇനി നമുക്ക് ഈ 2 വൈറ്റാണ്. അതിനായിട്ട് നമ്മൾ ടോപ്പ് ലെയറിൽ നോക്കിയാൽ മതി. ഞാൻ ടോപ്പ് ലെയറിൽ നോക്കിയപ്പോൾ ഇപ്പോൾ ഇവിടെ കോർണർ പീസിൽ എവിടെയും വൈറ്റ് ഇല്ല. അതായത് മുകളിലും അതുപോലെ തന്നെ ഈ ഡൗണിലും ആണ്. അതിനായിട്ട് ജസ്റ്റ് നമ്മളുടെ ഒരു ബുദ്ധി അനുസരിച്ച് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ മതി. ഞാനിപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളറാണ്. ഇതും റൈറ്റിലേക്കാണ്. ലെഫ്റ്റിലേക്കുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻവേഴ്സ്, അതായത് ഇങ്ങനെ ലെഫ്റ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. ഇതിപ്പോൾ റൈറ്റ് ആണ്. എനിക്കിതുവരെ ലെഫ്റ്റ് വന്നിട്ടില്ല. നമുക്ക് റൈറ്റ് R ഡോട്ട്. നെക്സ്റ്റ് കളർ അതും റൈറ്റിലേക്കാണ്. R U R ഡോട്ട്.
നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡ് വന്നിട്ടില്ല, എല്ലാവർക്കും ലെഫ്റ്റ് സൈഡ് വരും. അത് അവരുടേതായ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്, അങ്ങനെയായിരിക്കും ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ, അതായത് സെക്കൻഡ് ലെയറിലെ സെൻറ്റർ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ഇതാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെയറിൽ, അതായത് ഈ ഒരു എഡ്ജ് ഭാഗത്ത് യെല്ലോ ചേരാത്ത കളർ ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കട്ടെ, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ 4 സൈഡിലും യെല്ലോ ഉണ്ട്. അപ്പോൾ നമ്മളുടെ യെല്ലോ ഇല്ലാത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടേക്കാണല്ലോ. അതിനെ ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർ ഡോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വരത്തില്ല, നമ്മളുടെ ഈ ഒരു കളറ് പോവും. ആ കളറിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലെഫ്റ്റിൻ്റെ ഇക്വേഷൻ കാണിച്ചു തരാം. ലെഫ്റ്റ് ഇൻവേഴ്സ്, അതായത് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്, ഇതാ നമ്മളുടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെയുള്ള കളർ ഏതാ നോക്കാം. അപ്പം ഇതിൻ്റെ കൂടെയുള്ള കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഓറഞ്ച് റൈറ്റിലേക്കാണോ പോകേണ്ടത് ലെഫ്റ്റിലേക്കാണോ പോകേണ്ടതൊക്കെ നോക്കട്ടെ. എനിക്ക് ഇപ്പുറത്തെ റെഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ടത് കൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ്. അപ്പോൾ നമ്മളുടെ ചെയ്തു വെച്ച വൈറ്റ് പിന്നെയും പോയി. അപ്പോൾ ആ ഒരു വൈറ്റിനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം റൈറ്റ് ആണെങ്കിൽ ആർ ഡോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ ഈ സെക്കൻഡ് ലെയറിലെ ഒരു പീസ്, അതായത് ഒരു ബ്ലോക്ക് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബ്ലോക്കിനായിട്ട് ഇതാ ടോപ്പ് ലെയറിൽ ഓട്ടോമാറ്റിക്കലി വരും. അത് നമ്മളുടെ അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റൈറ്റിലേക്കാണ്, അതായത് ആർ ഡോട്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ഈ കളറ് പോകും. നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ചെയ്ത് വെച്ച വൈറ്റ് പോകും. നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടതിന് ശേഷം നമ്മൾ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ നോക്കിയതിന് ശേഷം അത് ചെയ്താൽ മതി. ഇനി നമ്മൾ സെക്കൻഡ് പീസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും അങ്ങനെ നോക്കാം, ടോപ്പ് ലെയറിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചെയ്തു. നമ്മുടെ സെക്കൻഡ് ലെയർ ഇനി ഒന്നും കൂടിയുണ്ട്. റൈറ്റിലെ എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു റെഡ് ബ്ലൂ ആണ് എനിക്ക് യെല്ലോ ഇല്ലാത്തത്. അത് ഞാൻ സെൻറ്ററിലേക്ക് തന്നെ വെച്ചു. ഇനി റൈറ്റിലേക്കാണ്, അതുകൊണ്ട് ആർ ഡോട്ട് ശേഷം നമ്മൾ പോയിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ഫിനിഷ് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ലെയർ, അതായത് ഈ ഒരു ടോപ്പ് ലെയറിലല്ല പോകേണ്ടത്, ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പം ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും വരുന്നത്. ചിലപ്പം ഇതുപോലെയോ, ഇപ്പം ഞാൻ കാണിച്ചത് ഈ ഒരു പോലെയോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്തെ, അതായത് ഒരു കളറ് മാത്രം ഉള്ളപ്പോഴോ ചെയ്യേണ്ട ഇക്വേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വന്നാലോ സെൻറ്റർ മാത്രം വന്നാലോ ചെയ്യേണ്ട ഇക്വേഷനാണ് ആർ ഡോട്ട് യു ഡോട്ട് എഫ് ഡോട്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസാണ്. ഈ ഒരു കേസിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഇവിടെയും യെല്ലോ കിട്ടിയിട്ടുണ്ടാകും, ഇവിടെയും യെല്ലോ കിട്ടിയിട്ടുണ്ടാകും. ഇതിന് ശേഷം നമ്മൾ സ്മാൾ എഫ്, അതായത് ഈ രണ്ട് പീസും കൂടി ഇങ്ങനെ, അതായത് സ്മാൾ എഫ് ആർ ഡോട്ട് യു ഡോട്ട് സ്മാൾ എഫ് ഡോട്ട്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. അപ്പം നമുക്ക് വന്നത് 3 സ്റ്റേജസ് ആയിട്ടായിരിക്കും വരുന്നത്.
അപ്പം ആ 3 സ്റ്റേജിലും ചെയ്യേണ്ട ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു യെല്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ ദാ 4 എണ്ണം വരും. ആ ഒരു സമയം നമ്മൾ ഏതെങ്കിലും ഒരു ഇതാക്കിയിട്ട് RUR.URU2R. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് അല്ല ഈ ഒരു യെല്ലോ ഫിനിഷ് ആവുന്നവരെ ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. RUR.URU2R. അങ്ങനെ ചെയ്യുമ്പോഴും വന്നിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. RR.URU2R. അതാ നമ്മൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വരും. അതായത് ഒരു കോർണർ മാത്രം വന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഷേപ്പിൽ വരുമ്പം ഈ ഒരു ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡാക്കി പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യാം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം RUR.URU2R. അപ്പോഴും അങ്ങനെ വരാം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് ഒന്നും കൂടി ഇത് നമ്മൾ നേരത്തെ പിടിച്ച അതേ ഷേപ്പിൽ പിടിച്ചതിന് ശേഷം RUR.URU2R. നമുക്ക് യെല്ലോ ഒരു പ്രാവശ്യം, ചിലർക്ക് ഒരു പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ വരും, ചിലർക്ക് ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോഴേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ യെല്ലോ ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് 2 സ്ഥലം, അതായത് ഒരു സ്ഥലം മാത്രം ക്ലിയർ ആകാത്ത ഒരു ഭാഗം നോക്കാം. ഇതുപോലെ വന്ന ഭാഗം, അതായത് സെൻറ്റർ മാത്രം വേറെ രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ അല്ലേ ഈ രണ്ടും, ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ നമുക്ക് ഇതുപോലെ കിട്ടും. അതായത് ഒരെണ്ണം മാത്രം ക്ലിയർ ആയിട്ട് ഇതുപോലെ വരുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ബാക്ക് ആക്കി പിടിച്ചതിന് ശേഷം RR.B2R.F.R.B2R2. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ കളറും അതുപോലെയാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലവർക്ക് മാത്രം ഒരു കളർ വരും. ഒരു കളർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ബാക്കാക്കി പിടിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കളറിനെ ബാക്കാക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. RU.RU.RU.R.U.R2. ഇപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഈ റുബിക്സ് ക്യൂബിന്. അപ്പം നമുക്ക് ഒന്നും കൂടി അത് സെയിം ഇക്വേഷൻ ചെയ്യാം. RU.RU.RU.R.U.R2. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആയി കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റുബിക്സ് ക്യൂബ് സോൾവിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന അവിടെ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.